Good morning, students. Welcome to social science class. Last class we have discussed the first portion of this chapter named World in the 20th Century. That means so far we have discussed the imperialism, capitalism and imperialism, then world wars, causes of world wars, first world war and second world war, results of these two wars, and the alliances of first world war, second world war, and so on. And today we are going to discuss the post-war period. അല്ലെങ്കിൽ ഈ യുദ്ധങ്ങൾക്ക് ശേഷം ഈ പറയുന്ന ലോകത്ത് ഉണ്ടായ മാറ്റങ്ങൾ, അതോടൊപ്പം പുതിയ ചില സംഗതികളുടെ രൂപപ്പെടലുകൾ, അതൊക്കെയാണ് ഈ പോർഷനിൽ പറയാൻ പോകുന്നത്. ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് വാർ, the dominance of the imperial powers or the European powers lost their powers, and their power was questioned by the colonies, and USA and USSR became the two powers in the world after second world war, and most of the colonies fight for their freedom. And these two powers, these new two powers, that is USA and USSR, supported their freedom movement or the colonies freedom movement. Colonies from Asia, colonies from Africa, Latin America, etc. And then colonies started to secure freedom from the imperialistic control. And this process is called decolonization. നമ്മൾ കോളനൈസേഷൻ എന്താണെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. യൂറോപ്യൻ പവേഴ്സ് ഓരോ രാജ്യങ്ങളെയും, ഈ ദുർബല രാജ്യങ്ങളിലെ വീക്ക് കൺട്രീസിനെ അവരുടെ കോളനികളാക്കിയ പ്രോസസ് ഇസ് കോൾഡ് കോളനൈസേഷൻ. Then again, after second world war, most of these countries, these colonies എന്ത് ചെയ്തു, പതുക്കെ സ്വാതന്ത്ര്യത്തിലേക്ക് നടന്നെടുക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഡീകോളനൈസേഷൻ. തിരിച്ച് കോളനിവൽക്കരണത്തിൽ നിന്ന് മുക്തരാകുന്ന ആ പ്രോസസ്, decolonization. And some of the leaders from different countries were Mahatma Gandhi from India, Nelson Mandela, South Africa, Kwame Nkrumah from Ghana, Jomo Kenyatta, Kenya. These were some of the leaders who fought against the imperialist powers. അല്ലേ, അവരിൽ നിന്ന് മോചിതരാകാൻ വേണ്ടി യുദ്ധം ചെയ്ത രാജ്യങ്ങളിലെ പ്രധാനപ്പെട്ട ലീഡേഴ്സ് ആയിരുന്നു. വി നോ ദാറ്റ് അവർ ഫാദർ ഓഫ് അവർ നേഷൻ Mahatma Gandhi, and Nelson Mandela from South Africa, Jomo Kenyatta from Kenya, Kwame Nkrumah from Ghana. These were some of the leaders. And we know that after second world war, USA and USSR became two powers, two economic powers. അല്ലേ, USAയും USSRും രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം USSR, Union of Soviet Socialist Republic, after Russian Revolution, Russia became USSR. നമുക്കറിയാം, നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ നോക്കിയതാണ് അല്ലേ, USSR. അപ്പോൾ അവർ ഈ വേൾഡ് വാറിൻ്റെ സമയത്ത് ആൻറ്റി ഫാസിസ്റ്റ് അലയൻസിൻ്റെ കൂടെയായിരുന്നു അവർ, അല്ലേ. ഫാസിസ്റ്റുകൾക്കെതിരായുള്ള ഒരു അലയൻസിൻ്റെ ഭാഗമായിരുന്നു USS. അതോ എന്താ പറയുക, അവർ രണ്ട് പേരും, അല്ലെങ്കിൽ USAയും USSRും സെയിം അലയൻസിലായിരുന്നു, അല്ലേ, സെയിം ചേരിയിലായിരുന്നു. അവർ
ഈ ഫാസിസ്റ്റുകൾക്കെതിരായിട്ടായിരുന്നു സെക്കൻഡ് വേൾഡ് വാറിൽ നിലകൊണ്ടത് അല്ലേ. അവന് ഈ സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ ഒരു കോൺട്രഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ USA എന്ന് പറയുന്നത് ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിരുന്നു. വൈൽ ഓൺ ദ അതർ ഹാൻഡ് USSR എന്ന് പറയുന്നത് എന്തായിരുന്നു, ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു. രണ്ടും ഐഡിയോളജിക്കലി എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരുന്നു അല്ലേ. ഐഡിയോളജിക്കലി ഈ രണ്ട് പവേഴ്സും സെയിം അലയൻസിലായിരുന്നെങ്കിൽ പോലും അവരുടെ ഐഡിയോളജി എന്തായിരുന്നു, വ്യത്യസ്തമായിരുന്നു. അതിന് കാരണം ഒന്ന്, USA ക്യാപിറ്റലിസ്റ്റ് രാജ്യമായിരുന്നു, USSR സോഷ്യലിസ്റ്റ് രാജ്യമായിരുന്നു. അപ്പോൾ അവർ തമ്മിലുള്ള ഈ ഒരു കോൺട്രഡിക്ഷൻ അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഈ ഐഡിയോളജിക്കൽ ഡിഫറൻസ് എന്തായി, സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം കുറച്ചും കൂടിയും strong ആയി. These two blocks, capitalist bloc and socialist bloc, that represented contradictory ideas, continued their political and diplomatic war. ഒരു ആംഡ് റവല്യൂഷൻ അല്ല, മറിച്ച് ഒരു ഐഡിയോളജിക്കൽ വാർ അവർ തമ്മിൽ രൂപപ്പെടാൻ തുടങ്ങി. ആര് തമ്മിൽ? ഇൻ ബിറ്റ്വീൻ USA ആൻഡ് USSR. ബിക്കോസ് എന്താ പറയുക, അവർ രണ്ടുപേരും രണ്ട് ബ്ലോക്കായിരുന്നു. ഏതൊക്കെ രണ്ട് ബ്ലോക്ക്? ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക് ആൻഡ് socialist bloc. And this enmity based on the ideological conflict and diplomatic confrontations was called the Cold War. ഇതിനെയാണ് ശീതസമരം എന്ന് പറയുക. ശീതസമരം എന്താ? ശീതസമരം കോൾഡ് വാർ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് ആൻ ആംഡ് വാർ അല്ലേ. ഒരു ആയുധങ്ങൾ ഉപയോഗിച്ച് ഫസ്റ്റ് വേൾഡ് വാറോ സെക്കൻഡ് വേൾഡ് വാറോ പോലെയുള്ള ഒരു വിനാശകാരിയായിട്ടുള്ള അല്ലെങ്കിൽ ആളുകളുടെ ജീവൻ ഹനിക്കുന്ന ജീവഹാനിയുള്ള ഒരു വാറല്ല, മറിച്ച് അവർ തമ്മിലുള്ള ഒരു ഐഡിയോളജിക്കൽ ആശയപരമായ അവർ തമ്മിലുള്ള ഒരു തർക്കം, എനിമിറ്റി, ശത്രുത ലോകത്ത് രൂപപ്പെട്ടു വന്നു. ആരൊക്കെ തമ്മിൽ? USAയും USSRും തമ്മിൽ അല്ലേ. അമേരിക്കയും USSR, യൂണിയൻ ഓഫ് സോവിയറ്റ് സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കും തമ്മിൽ. ദിസ് ഐഡിയോളജിക്കൽ വാർ വാസ് കോൾഡ് Cold War. And after that, number of colonies became independent from imperial powers like India, Egypt, Yugoslavia, Indonesia. ഇതുപോലെയുള്ള പല രാജ്യങ്ങളും എന്തായി മാറി? ഇൻഡിപെൻഡൻ്റ് ആയി, അല്ലെങ്കിൽ ദേ ഗോട്ട് ഫ്രീഡം അല്ലേ. അങ്ങനെ കിട്ടിയപ്പോൾ these countries realized that the Cold War was yet another phase of imperialism and that it would threaten world peace. These countries, leaders like Jawaharlal Nehru from India, Gamal Abdel Nasser from Egypt, Marshal Tito from Yugoslavia, and Ahmad Sukarno from Indonesia, these were some of the leaders, and they realized that the Cold War was yet another phase of imperialism. Imperialismത്തിന്റെ മറ്റൊരു മുഖമാണെന്ത്? this Cold War അല്ലേ. നേരിട്ടുള്ള എന്തല്ല ആംഡ് റെബല്യൻ, ആംഡ് റവല്യൂഷൻ, ആംഡ് വാർ അല്ലെങ്കിൽ പോലും ദിസ് കോൾഡ് വാർ, ഈ അമേരിക്കയും USAയും USSR തമ്മിലുള്ള കോൾഡ് വാർ ഒരു ഇമ്പീരിയലിസത്തിൻ്റെ മറ്റൊരു മുഖമാണ് അല്ലേ, സാമ്രാജ്യത്വത്തിൻ്റെ മറ്റൊരു പതിപ്പാണെന്ന് അവർ ദീസ് ലീഡേഴ്സ്, ദീസ് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ്സ് നാഷൻസ് ലീഡേഴ്സ് റിയലൈസ്ഡ്. ആൻഡ് ദേ ഓൾസോ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ഇറ്റ് വുഡ് ത്രട്ടൺ ടു ദി വേൾഡ് പീസ്. ഈ ഒരു സമരവും അല്ലെങ്കിൽ കോൾഡ് വാർ ഓൾസോ ത്രട്ടൺ ടു ദി വേൾഡ് പീസ്, ലോക സമാധാനത്തിന് അതും ഒരു ഭീഷണിയാണ്. ആൻഡ് ദി ന്യൂലി ലിബറേറ്റഡ് നേഷൻസ് ഡിസൈഡഡ് നോട്ട് ടു ജോയിൻ എനി ഓഫ് ദീസ് ബ്ലോക്സ് അല്ലേ. അവർ ദേ ഡിസൈഡഡ്, ദീസ് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് ഓർ ദി ലീഡേഴ്സ് ഓഫ് ദി ന്യൂലി ഇൻഡിപെൻഡൻറ്റ് കൺട്രീസ് ഡിസൈഡഡ് നോട്ട് ടു ജോയിൻ എനി ഓഫ് ദി ബ്ലോക്ക്. ലോകത്തിൽ എങ്ങനെ രണ്ട് ബ്ലോക്കിൽ USAയുടെയോ അല്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റോ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റോ ബ്ലോക്കുകൾക്ക് ഒന്നിലും ചേരാൻ അവർ ഒരു ബ്ലോക്കിലും ചേരേണ്ടതില്ല എന്നൊരു തീരുമാനമാണ് ഈ ദീസ് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് നാഷൻസിലെ ലീഡേഴ്സ് എടുത്തത്. ആൻഡ് ദീസ് ലിബറേറ്റഡ് നാഷൻസ് ഓർ ദീസ് ന്യൂലി ഇൻഡിപെൻഡൻറ്റ് നാഷൻസ് ഡിസൈഡഡ് നോട്ട് ടു ജോയിൻ എനി ഓഫ് ദി ബ്ലോക്ക്, എനി ഓഫ് ദി ബ്ലോക്ക് ദാറ്റ് ഈസ് socialist and capitalist blocks, and they formed
അതിന് പകരം അവരെന്താ തീരുമാനിച്ചത്? ദേ ഫോംഡ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. നോൺ അലൈൻഡ് they formed these newly independent nations leaders formed നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്, ചേരിചേരാ നയം, ചേരിചേരാ പ്രസ്ഥാനം മലയാളത്തിൽ പറയും. അങ്ങനെയുള്ള ഒരു പുതിയ പ്രസ്ഥാനം ദേ ഫോം. ദീസ് ലീഡേഴ്സ് ജവഹർലാൽ നെഹ്റു ഫ്രം ഇന്ത്യ, അഹമ്മദ് സുകാർണോ ഫ്രം ഇന്തോനേഷ്യ, ഗമാൽ അബ്ദുൽ നാസർ ഫ്രം ഈജിപ്റ്റ് ആൻഡ് മാർഷൽ ടിറ്റോ ഫ്രം യുഗോസ്ലാവിയ. These leaders formed non-aligned movement instead of what? എന്തിനു പകരം to join any of the socialist and capitalist bloc. അതിന് പകരമായിട്ട് ഈ ക്യാപിറ്റലിസ്റ്റ് അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ബ്ലോക്കിൽ ചേരുന്നതിന് പകരം അവരൊരു പുതിയ പ്രസ്ഥാനത്തിന് രൂപം കൊടുക്കുകയാണ്, നോൺ അലൈൻഡ് മൂവ്മെൻറ്റ്. ആൻഡ് ദേ അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ റൈസ് ഓഫ് സൂപ്പർ പവേഴ്സ് ഫോർ വെപ്പൺസ് ആൻഡ് സ്ട്രോങ്ങർ മിലിറ്ററി ഫോഴ്സ് വുഡ് പോസ് ഹാം ടു ദം. അല്ലേ, അതൊക്കെ തങ്ങൾക്ക് ഭീഷണിയാണെന്ന് അവർ ദേ അണ്ടർസ്റ്റുഡ്. These newly independent nations leaders understood and they realized that only a world sans wars and conflicts accelerate the economic and social development. For social development and economic development, ലോകത്ത് യുദ്ധമില്ലാത്ത ഒരു ലോകം കെട്ടിപ്പടുത്താൽ മാത്രമേ രാജ്യങ്ങൾക്ക് എന്തുമാത്രം സാധ്യമാവുള്ളൂ? ആ ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നാരും മനസ്സിലാക്കി. ഈ ന്യൂലി ഇൻഡിപെൻഡൻറ്റ് നാഷൻസിലെ ലീഡേഴ്സ് മനസ്സിലാക്കി. ദേ ഫോംഡ് നോൺ അലൈൻഡ് മൂവ്മെൻറ്റ് എന്നതിന് പകരം ഈ പറയുന്ന ഈ രണ്ട് ബ്ലോക്കിൽ, സോഷ്യലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്കിൽ ചേരുന്നതിന് പകരമായിട്ട്. അല്ലേ, ദി ഐഡിയ ഓഫ് നോൺ അലൈൻ മൂവ്മെൻറ്റ് വാസ് മൂവ്ഡ് അറ്റ് എ മീറ്റിംഗ് ഹെൽഡ് ബാന്തോങ് ഇൻ ഇന്തോനേഷ്യ ഇൻ ദി ഇയർ 1955. 1955 ഇന്തോനേഷ്യയിലെ ബാന്തോങ്ങിൽ ചേർന്ന മീറ്റിങ്ങിലാണ് നോൺ അലൈൻ മൂവ്മെൻറ്റ് ആശയം ഉദിച്ചു വന്നത്. ആൻഡ് ദി ഫസ്റ്റ് കോൺഫറൻസ് ഓഫ് ദി നോൺ അലൈൻ കൺട്രീസ് വാസ് ഹെൽഡ് അറ്റ് ബെൽഗ്രേഡ് ഇൻ ദി ഇയർ 1961. 1961 ബെൽഗ്രേഡിൽ ഈ നോൺ അലൈൻ മൂവ്മെൻറ്റിൻ്റെ ഒന്നാമത്തെ സമ്മേളനം, ആദ്യത്തെ സമ്മേളനം, പ്രഥമ സമ്മേളനം നടക്കുന്നത്. ആൻഡ് ജവഹർലാൽ നെഹ്റു സെഡ് ദാറ്റ് നോൺ അലൈൻ ഡസൻറ്റ് മീൻ ടു കീപ് അലൂഫ് ഫ്രം വേൾഡ് അഫെയർസ്, റാദർ ഇറ്റ് ഈസ് ടു ഫേസ് മെനി ഇഷ്യൂസ് വി കൺഫ്രണ്ട്. അല്ലേ, ഒന്നിൽ നിന്നും മാറി നിൽക്കാനുള്ള ഒന്നല്ല, ലോകകാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കാനുള്ളതല്ല, മറിച്ച് മുമ്പിൽ വരുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടാണ് ഈ നോൺ അലൈൻ മൂവ്മെൻറ്റ് രൂപപ്പെടുത്തിയതെന്നാണ് ജവഹർലാൽ നെഹ്റു അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ആൻഡ് ആഫ്റ്റർ വേൾഡ് വാഴ്സ് what happened in West Asia, especially Palestine, and in the UN Assembly, the chairman of the Palestine Liberation Organization PLO, Yasser Arafat, they delivered a wonderful speech, and two lines from his speech was, "Today I came bearing an olive branch in one hand and the freedom fighters' gun in the other. Don't let the olive leaves fall from my hand." അല്ലേ, ഒലീവ് വൃക്ഷത്തിൻ്റെ ശിഖരം എന്ന് പറഞ്ഞാൽ സമാധാനത്തിൻ്റെയാണ്. ഞാൻ എൻ്റെ ഒരു കയ്യിൽ ആ ഒലീവ് വൃക്ഷത്തിൻ്റെ ശിഖരവും മറുകൈയിൽ ഒരു പടയാളിയുടെ തോക്കുമായാണ് വന്നിരിക്കുന്നത് എന്നാണ് UN അസംബ്ലിയിൽ അദ്ദേഹം പ്രസംഗിച്ചത്. കാര്യം അദ്ദേഹത്തിൻ്റെ രാജ്യത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ പ്രദേശത്തിൻ്റെ പ്രശ്നകലുഷിതമായിട്ടുള്ള സംഭവം ബോധ്യപ്പെടുത്താൻ വേണ്ടി അദ്ദേഹം പ്രസംഗിച്ചാണല്ലേ. ഡോണ്ട് ലെറ്റ് ദി ഒലീവ് ലീവ്സ് fall from my hand. അല്ലേ, എൻ്റെ കയ്യിൽ നിന്ന് ഈ സമാധാനത്തിൻ്റെ ഒലിവ് ഇലകൾ അല്ലേ കൊഴിയാതിരിക്കട്ടെ, അല്ലെങ്കിൽ വീണു പോവാതിരിക്കട്ടെ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആൻഡ് what would be the circumstances that prompted him to deliver such a type of speech? അങ്ങനെയുള്ള പ്രസംഗിക്കാൻ അദ്ദേഹത്തിനെ പ്രാപ്തമാക്കി, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ പ്രേരിപ്പിച്ചത് എന്താണെന്ന് നോക്കാം. അല്ലേ, എന്താണ് സംഭവം? Until the First World War, the territory including Palestine was a part of the Turkish Empire. Until the First World War വരെ this region, also the Palestine region, was a part of Turkish Empire. As Turkey was defeated in the First World War, Britain took over the region. Britain took over this Palestine region.
And since the Jews helped British in the war, the then British Foreign Secretary Arthur Balfour declared the establishment of a Jewish nation in West Asia as a reward for their help. For the Jews' help, and this declaration was known as the Balfour Declaration. അല്ലേ, ഈ പറയുന്ന ജൂതന്മാർ ഈ ബ്രിട്ടനെ യുദ്ധത്തിൽ സഹായിച്ചതിൻ്റെ പ്രതിഫലമായിട്ട് ഈ പ്രദേശം അവർക്ക് ജൂസിന് ഒരു രാജ്യമായിട്ട് നൽകി, അല്ലെങ്കിൽ നൽകി. നൽകിയ ആ ഡിക്ലറേഷനെയാണ് ബൾഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നത്. ആൻഡ് it's an international movement with the objective of the establishment of homeland for Jews was the Zionism. It's an international movement, അല്ലേ, ഒരു അന്തർദേശീയ മൂവ്മെന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? to establish homeland for Jews. And we have already discussed the establishment of a we have already discussed the assault and cruelty of Hitler towards the Jews. അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്, അല്ലേ, when we are discussing about this നേരത്തെ ലാസ്റ്റ് ക്ലാസ്സിൽ ഹിറ്റ്ലറിൻ്റെ കഥ, ഹിറ്റ്ലറുടെ ഭരണം പറഞ്ഞ സമയത്ത് അദ്ദേഹം ഈ ജൂതന്മാരെയും സോഷ്യലിസ്റ്റുകളെയും അതുപോലെ വർക്കേഴ്സിനെയും ഒക്കെ അടിച്ചമർത്തിയതും പീഡിപ്പിച്ചതും ഒക്കെ നമ്മൾ പറഞ്ഞതാണ്, അല്ലേ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുണ്ടാകും? ഹിറ്റ്ലറുടെ ആക്രമണത്തിനെതിരെ അല്ലെങ്കിൽ ജൂതന്മാർക്ക് അമർഷമുണ്ടാകും, അല്ലേ. ദിസ് ഇന്റൻസിഫൈഡ് ദി ഡിമാൻഡ് ഫോർ എ സെപ്പറേറ്റ് ജൂ സ്റ്റേറ്റ്, അല്ലേ. ഈ ജൂതന്മാർ അവർക്കൊരു ഒരു സ്വന്തമായ ഒരു രാജ്യം വേണം എന്ന ഒരു ആവശ്യം മുന്നോട്ട് വെക്കാൻ അവരെ പ്രേരിപ്പിച്ചു, അവരെ കൂടുതൽ ശക്തരാക്കി. In 1948, the nation Israel was formed in the year 1948 as a part of their എന്താ പറയുക, അവരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് in the year 1948 a Jewish state named Israel was formed. And following this, many wars broke out between Israel and Arab nations. Israel seized Palestine, expelling the Palestinians from their homeland, അല്ലേ. ഈ പാലസ്തീൻ പ്രദേശം ഇസ്രയേലും പിടിച്ചെടുത്ത് അവിടെ നിന്നുള്ള പലസ്തീനികളെ അവർ നാട് കടത്തി. ദി പലസ്തീനിയൻസ് റെഫ്യൂജീസ് മൈഗ്രേറ്റഡ് ടു വേരിയസ് അറബ് കൺട്രീസ്. ആൻഡ് അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ പലസ്തീൻ സ്റ്റേറ്റ് തിരിച്ചുവിടുക്കുക, അല്ലെങ്കിൽ പലസ്തീൻ സ്റ്റേറ്റ് പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ ഈ അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് യാസർ അറാഫാത്ത് an organization was formed. That was the Palestine Liberation Organization. It's a PLO, Palestine Liberation Organization, with an objective of establishing a nation for the Palestinians. What was the objective of this Palestinian PLO? This is the objective, with an objective of establishing a nation for the Palestinians, അല്ലേ. പാലസ്തീനിയൻസിന് ഒരു രാജ്യമെന്ന ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് പാലസ്തീൻ ലിബറേഷൻ ഓർഗനൈസേഷൻ വാസ് ഫോംഡ് അണ്ടർ ദി ലീഡർഷിപ്പ് ഓഫ് യാസർ അറാഫത്ത്, and who was the president of this organization. After the series of bloodsheds, Israel agreed to in principle to recognize Palestine as a free nation. After a series of wars, a series of bloodshots, this Israel agreed. എന്തിനായി ചെയ്തത്? ഈ പ്രദേശം ഒരു പാലസ്തീനികളുടെ ഒരു പാലസ്തീൻ ഫ്രീ നാഷൻ, ഒരു സ്വതന്ത്ര രാജ്യമായിട്ട്. ആൻഡ് ദിസ് അഗ്രിമെന്റ് മീഡിയേറ്റഡ് ബൈ ദി US is called Oslo Pact in the year 1993. US-ന്റെ മധ്യസ്ഥതയിൽ ഇങ്ങനെ പലസ്തീനികൾക്കൊരു സ്വന്തം രാജ്യമെന്ന ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കുകയും, ആൻഡ് ദിസ് എഗ്രിമെൻ്റ് വാസ് കോൾഡ് ഓസ്ലോ പാക്ട്. ആ ഓസ്ലോ പാക്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ but the provisions in the pact are yet be implemented. ഇപ്പോഴും അത് പൂർണ്ണമല്ല. ഈ പറയുന്ന ഈ പാലസ്തീൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഈ ഓസ്ലോ പാക്റ്റിൻ്റെ കരാറുകൾ. Okay, let's conclude today's class. Thank you.